വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധത്തെ തുടർന്ന് JSS രാജൻ ബാബു വിഭാഗത്തിൽ അസ്വസ്ഥത രൂക്ഷമാകുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് രാജൻ ബാബുവിനെ സംരക്ഷിക്കുന്നതെന്ന വിമർശനം കോൺഗ്രസിനുള്ളിൽ നിന്നും UDF-നുള്ളിൽ നിന്നും പ്രത്യേകിച്ചും അതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയരുമ്പോൾ CP നാരായണൻ അതോടൊപ്പം ദീപ്തി മേരി വർഗീസ് മുതിർന്ന മാധ്യമപ്രവർത്തകരായ A സജീവനും അജിത്തും ആദ്യം സജീവനിലേക്ക് മറ്റുള്ളവരെല്ലാം രാഷ്ട്രീയം ഓറിയന്റ് ചെയ്യുന്നു ഒരുപക്ഷെ അതിൻ്റെ മറ്റൊരു അർത്ഥത്തിലാണ് വീക്ഷണത്തിൽ നിന്നുള്ള അജിത്തും അതുകൊണ്ട് തന്നെ A സജീവനിലേക്ക് ശ്രീ സജീവൻ രാജൻ ബാബുവിൻ്റെ വെള്ളാപ്പള്ളി കൂട്ടുകെട്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇന്നലെ KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന വരുമ്പോൾ അപ്പോഴും മാത്രവുമല്ല അതിൻ്റെ അർത്ഥമുണ്ടാകുന്നത് എന്നാണോ വെള്ളാപ്പള്ളി ഒരു പുതിയ പാർട്ടി എന്നുള്ള ചിന്ത തുടങ്ങിയത് അപ്പോൾ മുതൽ രാജൻ ബാബുവിൻ്റെ സാന്നിധ്യം വെള്ളാപ്പള്ളിക്ക് ഒപ്പമുണ്ട് ഇതൊക്കെ ആകുമ്പോഴും രാജൻ ബാബു ഇപ്പോഴും UDF-ന്റെ പ്രധാന കക്ഷി തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വരുന്നു സംരക്ഷകൻ മുഖ്യമന്ത്രിയാണ് KPCC പ്രസിഡന്റ് അതിശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്ങനെ രാജൻ ബാബുവിന് ഇപ്പോഴും UDF-ൽ തുടരാൻ സാധിക്കും രാജൻ ബാബു വെള്ളാപ്പള്ളി നടേശനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒന്നാമനാണ് രാജൻ ബാബു അപ്പം അങ്ങനെയുള്ള രാജൻ ബാബു വെള്ളാപ്പള്ളിയുടെ കൂടെ പോകുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ചേരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വെള്ളാപ്പള്ളിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ഇപ്പോഴും കൊടുക്കുന്നത് രാജൻ ബാബു ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ രാജൻ ബാബു UDF-ന്റെ ഭാഗമായിട്ട് കൂടി നിൽക്കുമ്പോഴാണ് അതിന് അദ്ദേഹം പറയുന്ന ന്യായീകരണം എൻ്റെ പ്രൊഫഷൻ ഞാൻ അഭിഭാഷകൻ എന്ന നിലയിൽ SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും ഒക്കെ അഭിഭാഷകൻ എന്ന നിലയിലാണ് നിയമോപദേശകൻ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് പോലും അറിയാം ഒരു കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് സൂദനെ പോലുള്ള ആളുകൾ ലാലി വിൻസെന്റിനെ പോലുള്ള ആളുകളൊക്കെ CPM-ൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ നിയമോപദേശകരായിട്ട് പോവില്ലല്ലോ അപ്പോൾ അങ്ങനെ പോകാൻ പാടില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനെ പോവില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം പക്ഷേ അദ്ദേഹം ഈ രണ്ട് തോണിയിലും കാലിട്ടുകൊണ്ട് നിൽക്കുന്നൊരു ഏർപ്പാട് ആണ് നടത്തുന്നത് അതിനെതിരെ ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞാൽ രണ്ടിലൊന്നും തീരുമാനിക്കണമെന്നില്ല കോൺഗ്രസ്സിന് തീരുമാനിക്കാൻ പറ്റുന്ന സമയമാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ ഘട്ടത്തിൽ വളരെ രൂക്ഷമായ ഒരവസ്ഥ ഒരു പ്രതികരണമാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായിട്ടുള്ളത് നൗഷാദിൻ്റെ ഇഷ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ആലുവ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജാമ്യം എടുക്കാൻ വേണ്ടി പോകുന്നത് രാജൻ ബാബു ആണെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും UDF നേതാവ് പോകുന്നു UDF-ന്റെ പിന്തുണയുണ്ട് ഒത്താശയുണ്ട് എന്നൊക്കെ LDF-ന് പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് വടി കൊടുക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേക്ക് അത് ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം അപ്പോൾ എന്തായാലും ഇതിൽ പക്ഷേ ഇപ്പോഴും അത്ഭുതം തോന്നുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് രാജൻ ബാബുവിനെ ഇപ്പോഴും UDF-ന്റെ ഭാഗമാക്കിയിട്ട് നിർത്തുന്നത് ഇപ്പോൾ JSS-ന്റെ ആളുകൾക്ക് പോലും രാജൻ ബാബുവിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് നടപടിയിലേക്ക് പോകുന്നില്ല UDF-ന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതിൻ്റെ പേരിൽ രാജൻ ബാബുവിനെ ഈ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നില്ല ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യാൻ പറ്റില്ല രണ്ടിലൊന്നും തീരുമാനിക്കണമെന്ന് പറയല്ലാതെ 2 ദിവസം കഴിഞ്ഞല്ലോ എപ്പോഴും അപ്പോൾ ഒരു സംശയം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയും രാജൻ ബാബുവും തമ്മിൽ എന്തെങ്കിലും കൂട്ടുകച്ചവടം ഉണ്ടെന്നോ അല്ല അവർ അറിഞ്ഞുകൊണ്ടാണെന്നൊന്നോ ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് ആ ആരോപണത്തിന് വഴിവെച്ച് കൊടുക്കുന്ന രൂപത്തിൽ ആണ് രാജൻ ബാബുവിൻ്റെ ഭാഗത്തുണ്ടായത് UDF-ന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ ഇങ്ങനെ വൈകുന്നതും ഈ ആരോപണത്തിന് ശക്തി പകരാൻ കാരണമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദീപ്തി മേരി വർഗീസ് അവിടെയാണ് സംശയം ഉന്നയിക്കുന്നത് ആവർത്തിച്ചു വരുന്നു ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അപ്പോഴും രാജൻ ബാബു അതിശക്തനായി UDF-ൽ തുടരുന്നു വലിയൊരു സംശയം രാഷ്ട്രീയപരമായി വലിയ സംശയങ്ങൾക്ക് അർത്ഥം നൽകുന്നുവെന്നാണ് സജീവൻ വിലയിരുത്തുന്നത് ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് വലിയ സംശയങ്ങളുടെ ഒന്നും കാര്യമില്ല കാരണം SNDP ഒരു സാമുദായിക സംഘടനയായി തുടർന്നിരുന്ന കാലത്ത് രാജൻ ബാബു വെള്ളാപ്പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ SNDP യോഗവുമായിട്ടോ ബന്ധപ്പെട്ടു നിന്നു അല്ലെങ്കിൽ അവരുടെ ലീഗൽ അഡ്വൈസറായിട്ടിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്ന വലിയൊരു മാറ്റമാണ് വെള്ളാപ്പള്ളി നടേശൻ BJP എന്ന് പറയുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തിയുമായി കൂട്ടുചേരുകയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ സംഘടനയായി മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ SNDP യോഗത്തിൻ്റെ കർമ്മ പദ്ധതി എന്തായിരുന്നു SNDP യോഗം
എന്തായിരുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറ്റിയെടുക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് SNDP മാറുകയാണെങ്കിൽ ഇപ്പോൾ രാജൻ ബാബു ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളിലെല്ലാം സംശയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാജൻ ബാബു ചെയ്ത ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. UDFിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട PP തങ്കച്ചൻ UDF കൺവീനറും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ അകത്ത് തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുന്നണി മര്യാദ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും പാലിക്കേണ്ട ഒന്നാണ്. ആ മുന്നണി മര്യാദയോ ആ രാഷ്ട്രീയ മര്യാദയോ ഇവിടെ രാജൻ ബാബു പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ശരിയായ ഒരു രീതിയല്ല ഇത്, UDFിൽ തുടർന്നുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞു. UDFിൻ്റെ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചതനുസരിച്ച് പ്രധാനപ്പെട്ട പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിക്കാൻ പരസ്യമായി എന്തുകൊണ്ട് സാധിക്കും? ഞാൻ പറയട്ടെ, ഇതിൻ്റെ അത് ഞാൻ പേര് പറയാൻ കാരണം ഇതൊരു സംഘടനാപരമായ ഒരു കാര്യം അല്ലെങ്കിൽ UDFിൻ്റെ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് പറയേണ്ടത് ഒന്ന് KPCC പ്രസിഡന്റും ഒന്ന് UDF കൺവീനറുമാണ്. അവർ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറയേണ്ടത് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ UDF കൺവീനറുമാണ്. അവർ അതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരാൾ പറഞ്ഞില്ല എന്നുള്ളത് അതിൻ്റെ അകത്തൊരു അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. ഇത് പാർട്ടിയുടെ അതുപോലെ തന്നെ UDFിൻ്റെ നിലപാടാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. CP നാരായണൻ, ആ അർത്ഥത്തിൽ തന്നെയാണോ ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടത്? പ്രത്യേകിച്ച് UDF പൊളിറ്റിക്സിനെ ഏറ്റവും അടുത്ത് നിന്ന് കാണുമ്പോൾ നാം ഇതുവരെ പിന്തുടർന്നു വന്നിരുന്ന ഒരു വായനയുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ദീപ്തി മേരി വർഗീസ് തന്നെ പറയുന്നു, PP തങ്കച്ചൻ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നു, VD സതീശൻ പറയുന്നു, KPCC പ്രസിഡന്റ് പറയുന്നു. അപ്പോഴും സജീവനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ മൗനം, ആ മൗനത്തിന് പ്രതിപക്ഷത്തിന് ഒരു വടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന വീക്ഷണവും പുലർത്തുന്നുണ്ട്. ഇടതുപക്ഷ ശക്തികൾ ഈ കാര്യത്തെ ഏതു തരത്തിലാണ് കാണാൻ ആഗ്രഹിക്കുക? അല്ല, ശ്രീമതി ദീപ്തി മേരി പറഞ്ഞത് SNDP ആയിട്ട് ബന്ധപ്പെട്ടാണ് രാജൻ ബാബു നിന്നിരുന്നത്. SNDP ആയിട്ടുള്ള രാജൻ ബാബുവിൻ്റെ ബന്ധമല്ല പ്രശ്നം. SNDPയുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം SNDP മുഴുവൻ കൊണ്ടുപോയില്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് BJPയുമായി RSSുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ നമ്മുടെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പോലെ ഒരാളാണോ? രാഷ്ട്രീയം പറയാൻ കഴിയാത്ത, അത് വർജ്യമായ ഒരാളാണോ? എന്തുകൊണ്ട് കോൺഗ്രസ് പ്രസിഡൻറ്റിന്, KPCC പ്രസിഡൻറ്റിന് UDF കൺവീനർക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയത്തെപ്പറ്റി പറയാൻ ഈ UDFിൻ്റെ നേതാവാണല്ലോ. അപ്പോൾ UDFിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക്, ഭരണത്തിൻ്റെ തലവൻ എന്ന നില, രാഷ്ട്രീയ തലവൻ എന്ന നിലയ്ക്ക് തീർച്ചയായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇത് പറയാൻ കഴിയണം. അത് പറയാൻ കഴിയാത്തതിനെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം BJP കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കെ ഇവിടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ മൗനം കൊണ്ടും ചിലപ്പോൾ അർത്ഥഗർഭമായ ചില വാക്കുകൾ കൊണ്ടും BJPക്ക് ഈ പാലം പണിയുന്ന ഏർപ്പാടാണ്. അങ്ങനെ മുഖ്യമന്ത്രിയിലേക്കോ അല്ലെങ്കിൽ UDFിലേക്കോ BJPയിൽ നിന്ന് ഒരു പാലം വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് വേറൊരു പാലം രാജൻ ബാബു പണിയുന്നൊരു സ്ഥിതി. അക്കാര്യത്തിൽ BJPയുമായിട്ടോ RSSുമായിട്ടോ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും UDFിന് പൊതുവിലും ഉള്ള ബന്ധം, അത് ഇപ്പോഴും ഈ അസഹിഷ്ണുതയുടെ മറ്റേ BJPയുടെ അസഹിഷ്ണുതയുടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രവർത്തനവും പ്രഖ്യാപനവും. എതിരെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കോൺഗ്രസ് നേതാക്കൾ വളരെ ശക്തിയായി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിരിക്കെ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പാലിക്കുന്ന അർത്ഥഗർഭമായ മൗനം, നിശ്ചേഷ്ടത വളരെ അർത്ഥവത്താണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് രാജൻ ബാബുവിൻ്റെ കാര്യത്തിലും അദ്ദേഹം പറയാത്തത്
വേറെ പലതിനെയും തുടർച്ചയായിട്ടേ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് പറയാനുള്ളത്. യെസ്, ആ തുടർച്ച എന്തെന്നുള്ളത് ശ്രീ അജിത് കുമാർ, ദീപ്തി മേരി വർഗീസിന് പരിമിതികളുണ്ട്, അതിന് രാഷ്ട്രീയപരമായ പരിമിതിയാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു മാധ്യമപ്രവർത്തകൻ കാണേണ്ടതുമുണ്ട്. എ സജീവൻ ആ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംശയത്തിൻ്റെതായ വടി പ്രതിപക്ഷത്തിന് കൊടുക്കുമ്പോൾ അത് CP നാരായണൻ അത് സാധൂകരിക്കുകയാണ്. യെസ്, അങ്ങനെയൊന്നുണ്ട്, ഞങ്ങളുടെ നിലപാട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇത്തരം നിലപാടുകൾ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഒരു നിലപാടുമായി ഉമ്മൻചാണ്ടിയെപ്പോലൊരു നേതാവിന് എന്തുകൊണ്ട് പരസ്യമായി മുന്നിൽ വരാൻ സാധിക്കുന്നില്ല? എൻ്റെ ഉത്തരത്തിന് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാനൊന്ന് കടമെടുത്തോട്ടെ. ഒരു രാഷ്ട്രീയമായ വടി പ്രതിപക്ഷത്തിന് കിട്ടിയാൽ തീർച്ചയായും ആ വടിയെടുത്ത് പ്രഹരിക്കുക തന്നെ ചെയ്യും ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ പോലെ ഒരാളെ. അത് മാത്രമേ ഇപ്പോൾ CPM ചെയ്തിട്ടുള്ളൂ. ബഹുമാനായ ശ്രീ CP നാരായണൻ ഇപ്പോൾ പറഞ്ഞതും, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ന്യൂസ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി പറഞ്ഞതും, ഇതിനകത്ത് ശ്രീ ഉമ്മൻചാണ്ടി അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെ സംരക്ഷിക്കുന്നു. രാജൻ ബാബുവിനെ സംരക്ഷിക്കുക എന്നുള്ളതൊന്ന് രാജൻ ബാബു ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ ഒരു 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 കുടുക്കലങ്ങാണ്ട് ചെന്ന് പെട്ടിരിക്കുന്നു, അതിൽ നിന്ന് ശ്രീ ഉമ്മൻചാണ്ടി തൻ്റെ മൗനം കൊണ്ടോ അല്ലെങ്കിൽ വാചാലത കൊണ്ടോ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് വെറും രാഷ്ട്രീയമായ ഒരു വടിയെടുത്ത് അടിക്കുന്നവർ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിലുപരിയായിട്ട് അഡ്വക്കേറ്റ് രാജൻ ബാബുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഏത് തൊഴിലിനും അതിൻ്റേതായ ഒരു മര്യാദയുണ്ട്. നമ്മൾ അതിപ്പോൾ മാധ്യമപ്രവർത്തനമായാലും അഭിഭാഷക വൃത്തിയായാലും രാഷ്ട്രീയം പോലും, രാഷ്ട്രീയം ഇപ്പം നല്ല തൊഴിലെന്ന് തന്നെ പറഞ്ഞു വേണ്ടിയിരിക്കും. അതിനൊക്കെ അതിൻ്റേതായ ഒരു മര്യാദയും ചില ധാർമ്മികതകളുടെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ശ്രീ രാജൻ ബാബു അതിനകത്ത് വേറൊരു ഫാക്ച്വൽ കാര്യങ്ങൾ നമ്മൾ എററും കൂടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ആലുവ പ്രസംഗത്തിൻ്റെ പേരിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കോടതിയിൽ ഹാജരാകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പിന്നെ ജാമ്യം എടുക്കാൻ പോയ വക്കീൽ രാജൻ ബാബു ആയിരുന്നില്ല, അത് വേറെ ഏതൊരു സതീഷ് എന്നൊക്കെ പറയുന്നത് സാങ്കേതികമല്ല, അങ്ങനെ കോടതി ആയിരിക്കാം. പക്ഷേ അദ്ദേഹം ഈ രാജൻ ബാബു കറുത്ത ഗൗണ് പണിഞ്ഞ് വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഹാജരായി എന്ന് പറയുന്നത് അത് ശരിയല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പക്ഷേ രാജൻ ബാബുവിനെ ആ ഒരു ഇത് വേണ്ടി ആ വടിയെടുത്ത് രാജൻ ബാബുവിനെ, രാഷ്ട്രീയത്തിൽ എപ്പോഴും നമുക്കറിയാം ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ ഗൗൺ അറിഞ്ഞ് കോടതിയിൽ പോകാറില്ല, അതിനെല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയമായ ധാർമ്മികതയുടെയും തൊഴിൽപരമായ മര്യാദയുടെയൊക്കെ പ്രശ്നമുള്ളത്. അതിനകത്ത് ഇപ്പോൾ ശ്രീ രാജൻ ബാബു എങ്ങനെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ഞാൻ SNDP യോഗത്തിൻ്റെ അഭിഭാഷകനാണ്, നിയമോപദേഷ്ടാവാണ്, അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളിയുമായിട്ട് എനിക്ക് വ്യക്തിബന്ധം ഉണ്ടെന്നൊക്കെ പറയുന്നതും UDF ഒരു ഘടകകക്ഷിയായിരിക്കെ UDF യോഗങ്ങളിൽ ഇപ്പം തന്നെ കൺവീനർ ശ്രീ തങ്കച്ചനും അല്ലെങ്കിൽ ചെയർമാൻ ശ്രീ ഉമ്മൻചാണ്ടിയും KPC അധ്യക്ഷനും ഒക്കെ പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു ഘടകകക്ഷിയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്ന, അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് രാജൻ ബാബു തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു പ്രത്യേക ശ്രീമതി ദീപ്തി ചൂണ്ടിക്കാണിച്ചു പോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേരളത്തിൽ മറിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായ നമ്മളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീ രാജൻ ബാബുവിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയല്ല. ഇപ്പോൾ അദ്ദേഹം അടിയന്തരമായ തീരുമാനം എടുക്കണം. ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ച അതേ പ്രയോഗം ഞാൻ പറഞ്ഞിട്ട്, ഇരുവള്ളത്തിൽ കാലി ചവിട്ടിക്കൊണ്ട് വേറെക്കാലം വള്ളം മുക്കാൻ പറ്റില്ല. വള്ളം മുങ്ങാൻ എന്തായാലും പോകില്ല. UDF അല്ലെങ്കിൽ പിന്നെ SNDP യോഗമോ മുങ്ങുന്ന വള്ളമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ വെള്ളത്തിൽ വീഴാൻ പോകുന്നത് ഈ രണ്ട് കള്ളത്തിലും കാലി ചവിട്ടി നിൽക്കുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ശ്രീ രാജൻ ബാബു ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം. ഒന്നുകിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിട്ടോ SNDP യോഗത്തിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടൊക്കെ തുടരട്ടെ. JSS ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയേണ്ട കാര്യം. പക്ഷേ JSSൻ്റെ പ്രതിനിധിയായിട്ട് UDF യോഗങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള യോഗ്യത അതോടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അത് ഇനി അദ്ദേഹം UDFൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. ആ ഒരു തീരുമാനത്തിലേക്ക് UDF എത്തും. ആ ഒരു തീരുമാനം അർത്ഥശങ്കയ്ക്കില്ലാത്ത ഇടയില്ലാത്ത വിധം KPCC പ്രസിഡന്റ് UDF കൺവീനറൊക്കെ പറഞ്ഞല്ലോ. ശ്രീ ഉമ്മൻചാണ്ടി ദീപ്തി മേരി വർഗീസ് ഇതുവരെ എടുത്തിട്ടുണ്ടോ ഈ രാജൻ ബാബു ഇപ്പോൾ അജിത് കുമാർ പറഞ്ഞതുപോലുള്ള നടപടികൾ പാർട്ടിയിലും മുന്നണിയിലും തുടരാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ടോ UDFന്റെ ഭാഗത്ത്? അങ്ങനെ ഒരു തീരുമാനം വന്നതായിട്ട് പറയുന്നത് ഇന്നുണ്ടായ ഈ വിഷയത്തിലാണല്ലോ നമ്മൾ ചർച്ച നടത്തുന്നത്. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായി ഇപ്പൊ നമുക്കറിയാം KPC പ്രസിഡന്റ് ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്, ജനരക്ഷാ യാത്ര. അദ്ദേഹം അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കിടയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ UDF കൺവീനർ മറ്റൊരിടത്താണ്, അദ്ദേഹം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു യോഗം കൂടി അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഇതിന് വ്യക്തമായ ഒരു നിലപാട് KPCC പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനായ PP തങ്കച്ചനും പറഞ്ഞു കഴിഞ്ഞു. വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള രാജൻ ബാബുവിന്റെ മുന്നേറ്റം UDFൽ തുടർന്നുകൊണ്ട് സജീവനിലേക്ക്. ശ്രീ സജീവൻ, രാജൻ ബാബുവിൻ്റെതായ നിലപാടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെതായ പാർട്ടിയുടേതായ കാര്യമുണ്ട്, KPCC പ്രസിഡന്റിനും PP തങ്കച്ചനും അവരുടേതായ നിലപാടുണ്ട്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അജിത് കുമാർ ചൂണ്ടിക്കാണിച്ചതും ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാണിച്ചതാണ്, ഇനി തുടരാൻ കഴിയില്ല, നിലപാടുകൾ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അത് ഇന്നലെ കൊണ്ടാണോ അത് വരേണ്ടത്? വെള്ളാപ്പള്ളി പാർട്ടിയുടെ ബീജാഭാവം അദ്ദേഹത്തിൻ്റെ തലയിൽ തുടങ്ങുന്ന ഘട്ടം മുതൽ
രാജൻ ബാബുവിന്റെ സാന്നിധ്യമുണ്ട്. അത് ഈ UDF നേതാക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ അറിയാഞ്ഞിട്ടല്ല. അപ്പോഴും KPCC പ്രസിഡന്റിന് പ്രസ്താവന ആവർത്തിച്ച് നടത്തേണ്ടി വരുന്ന ദുര്യോഗം, ആ ദുര്യോഗമാണോ UDFിലും കോൺഗ്രസിലും നിലനിൽക്കുന്നത്? അങ്ങനെ ഒരു ദുര്യോഗമാണെങ്കിൽ അതിന്റെ അടിസ്ഥാനം ആരായിരിക്കും? അതിലൊരു വലിയ പ്രശ്നമുള്ളത് വെള്ളാപ്പള്ളി നടേശനും രാജൻ ബാബുവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇപ്പോഴേ എല്ലാ നേതാക്കന്മാർക്കും, UDFിലെ എല്ലാ നേതാക്കന്മാർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്തെല്ലാം ചിന്തിക്കണം, എന്തെല്ലാം ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണമെന്നൊക്കെ ഏതാണ്ട് കൃത്യമായ ഉപദേശം കൊടുക്കുക. നിയമോപദേശം മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഉപദേശവും കൊടുക്കുന്ന ഒരാളാണ് രാജൻ ബാബു. അങ്ങനെയുള്ള ഒരാൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം SNDP യോഗത്തിൻ്റെ ഒരു പാർട്ടി രൂപീകരിക്കാൻ ആലോചിച്ച സമയത്തും അതിന് പിന്നീട് അത് മാറ്റിയിട്ട് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളുടെ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമയത്തൊക്കെ അതിനുവേണ്ട എല്ലാ ഉപദേശവും ആ പാർട്ടിയുടെ നയപരിപാടികളും ഒക്കെ തയ്യാറാക്കി കൊടുത്ത് രാജൻ ബാബു ആണെന്നുള്ള കാര്യം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരാൾ അവിടെ തുടരുമ്പോൾ ഇതുവരെ ആരും പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ഒരു സജീവൻ ദയവായി ഒന്ന് ഇടപെടുകയാണ്. കാരണം KK ഷാജു നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ KK ഷാജു, രാജൻ ബാബുവിന്റെ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണും? രാജൻ ബാബു സാറിന്റെ നിലപാടിന്റെ പ്രശ്നം ഞങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയായി മാറിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ നിലപാടിനപ്പുറം രാജൻ ബാബു സാർ ഇപ്പോൾ എടുത്ത നിലപാട് ഞങ്ങളുടെ UDFിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, UDFിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ SNDPയുടെ ലീഗൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആ ലീഗൽ അഡ്വൈസർ പദവി അദ്ദേഹം രാജിവെച്ച് UDFിനോടും കോൺഗ്രസിനോടും അതിനെ നയിക്കുന്ന കോൺഗ്രസിനോടും അദ്ദേഹത്തിന്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കണം. അതാണ് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത്. അത് ആയിരക്കണക്കിന് വരുന്ന JSS ഓർഡർ അല്ലെങ്കിൽ പെരുവഴിയിലാവും. KK ഷാജു, ആ നിലപാട് വ്യക്തമാണ്. താങ്കൾ പറയുന്നു അദ്ദേഹം രാജിവെച്ച് ഉടൻ മാറണം. എന്റെ ചോദ്യം ഇതാണ്. രാജൻ ബാബുവിനെ അല്പം മുമ്പ് ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു ചെലിയിൽ. അദ്ദേഹം പറയുന്നു ഇന്നത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ല. അത് ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ താങ്കൾ പറയുന്നു അടിയന്തരമായി മാറണം. എന്റെ ചോദ്യം, ഈ ആവശ്യം ഇന്നലെ മുതൽ തുടങ്ങേണ്ട ആവശ്യമാണോ? എന്നാണ് ഈ രാജൻ ബാബു വെള്ളാപ്പള്ളിയുമായുള്ള ചങ്ങാത്തം തുടങ്ങിയത്, വെള്ളാപ്പള്ളിയെ സഹായിക്കാൻ തുടങ്ങിയത്? ഇതിനു മുമ്പ് താങ്കൾ ഈ ആവശ്യം UDFിലോ അല്ലെങ്കിൽ UDF നേതാക്കളുടെ മുന്നിലോ വെച്ചിട്ടുണ്ടോ ഷാജു? അതിന് നിങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് 6-ാം തീയതി, ആ മാസം 17-ാം തീയതി പിന്നെ ഉള്ള ഒരു പ്രശ്നം, ആ മാസം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 6-ാം തീയതിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചാനൽ ചർച്ച വരികയും അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി വിശദീകരിക്കാൻ പറ്റാതെ അവിടെ നിന്ന് പോകേണ്ടി വരുന്ന സ്ഥിതി വന്നപ്പോഴാണ് JSSമായിട്ടുള്ള മുന്നണി ചർച്ച ഈ കോൺഗ്രസ് മാറ്റിവെച്ചത്, അവസാനിപ്പിച്ചു. ഞാൻ അന്ന് 8 ദിവസക്കാലം രാജൻ ബാബു സാറിനെ കിട്ടാനില്ലായിരുന്നു. അദ്ദേഹം കോടതിയിൽ പോവുകയും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. JSS പ്രവർത്തകർ വഴിയാധാരമായി. അവിടുന്ന് ഞാൻ എറണാകുളത്ത് പോയി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി JSS നേതാക്കളുമായി അവിടെ ചെന്ന് അദ്ദേഹത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇവരെ എല്ലാം നേരിൽ പോയി കണ്ട് പ്രശ്നമെല്ലാം പാച്ചപ്പ് ചെയ്ത് ഞങ്ങൾ രണ്ടാമത് UDFിൽ കയറിക്കൂടുകയായിരുന്നു. അന്ന് ഇതുപോലൊരു അവസരം ഉണ്ടായി. ഇപ്പൊ ഇതാ രണ്ടാമത് വീണ്ടും ഉണ്ടായി. ഇതെല്ലാം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകളാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് തിരുത്തണം. അദ്ദേഹം ഇപ്പൊ രാഷ്ട്രീയ കേവലം ഒരു അവകാശം മാത്രമല്ല. അത് വ്യക്തമാണ് ഷാജു. എന്റെ ചോദ്യം ഇതാണ്, താങ്കൾ അടക്കമുള്ളവർ ഇക്കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ചയാണ് രാജൻ ബാബുവിന് വരുന്നത്. ആ വീഴ്ച UDFിലെ ഏതെങ്കിലും നേതാക്കളെയോ ഘടകത്തെയോ താങ്കൾ ചൂണ്ടിക്കാട്ടിച്ചിരുന്നോ ഇതിനു മുമ്പ്? അല്ല, ഇത് പിന്നെ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുമ്പോൾ പോകരുതെന്ന് ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ച് തീരുമാനം എടുത്തിരുന്നു. ഈ ജാഥയുടെ, ഈ സമസ്ത മുന്നേറ്റ ജാഥയുടെ സമാപനത്തിൽ ക്ഷണമുണ്ടായിട്ടും പങ്കെടുക്കരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പൊ ഇതിലൊക്കെ ഞങ്ങൾ തീരുമാനിക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിക്കാൻ നിശ്ചയിക്കുകയും സോണിയാജി വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ അതിനുശേഷം നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ നിക്കറിട്ട് നടക്കുന്ന കാലം മുതൽ ഗൗരിയമ്മയായിട്ടുള്ള ആളായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പ്രശ്നം, UDFിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ള രാഷ്ട്രീയ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഗൗരിയമ്മയെ തള്ളിപ്പറഞ്ഞു. എനിക്ക് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ ഒരു മടിയില്ല. നിങ്ങൾ ഞങ്ങളെ സംശയിക്കരുത്, ഞങ്ങളെ വിശ്വാസത്തിലെടുക്കണം എന്ന് ക്ലിഫ് ഹൗസിൽ പറഞ്ഞിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പൊ പിന്നെ എന്തിനാ കുറ്റബോധം? പിന്നെന്താ പറയാതിരിക്കുന്നത്? ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത കാര്യങ്ങളാണ്.
അതിനുശേഷമാണ് ഇപ്പോ ഉപാസകനായിട്ടാണെങ്കിൽ പങ്കെടുക്കുന്നത്. ശ്രീ കെ കെ ഷാജു, എന്തുകൊണ്ട് അതായത് ആവർത്തിച്ച് ഇത്തരം ലൈസൻസ് പരിപാടികൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു, അപ്പോഴൊക്കെ ആവർത്തിച്ച് രാജൻ ബാബു താങ്കളുടെ പാർട്ടി തന്നെ പറയുന്ന ഈ തെറ്റുകൾ തുടരുന്നത് എന്തുകൊണ്ട്? അത് ഞങ്ങൾക്ക് മനസ്സിലാത്ത കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ പറയുന്ന സുഹൃത്ത് ബന്ധം ഉള്ളതുകൊണ്ടാണെന്ന്. ആയിരക്കണക്കിന് പ്രവർത്തകർ പെരുവഴിയിലാകുകയും പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയുടെ സുഹൃത്ത് ബന്ധം ശക്തിപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് UDF തുടരുക അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഞങ്ങള് CPM നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ്. ഞങ്ങൾ ഗൗരിയമ്മയെ UDF വിട്ടപ്പോൾ ഗൗരിയമ്മയെ ഉപേക്ഷിച്ചവരാണ്. ഇനിയും കെ കെ ഷാജു, ഇനിയും രാജൻ ബാബു ഈ നടപടി തുടർന്നാൽ ഒരു ഫൈനൽ കട്ട് ഓഫ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം രാജൻ ബാബുവിന് നൽകിയിട്ടുണ്ടോ? ഒരു ഉടൻ ഏറ്റവും പെട്ടെന്ന് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ SNDPയുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ഇത് അദ്ദേഹത്തിന് പറ്റാത്ത കാര്യമാണെങ്കിൽ അദ്ദേഹം JSS ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയണം. ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും പുള്ളി ഉടൻ തീരുമാനിച്ചേ പറ്റൂ. ഇതിന്റെ ആഭ്യന്തര പ്രശ്നത്തിന് അപ്പുറത്തേക്ക് UDF ഘടകകക്ഷികൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതൊക്കെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ എന്റേതായ ഒരു വിശദീകരണം വേണ്ട. അത്തരത്തിൽ അതാണ് താങ്കൾ അത്തരത്തിൽ പറയുമ്പോൾ, മാധ്യമങ്ങളാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ UDF നേതൃത്വത്തിൽ ഒരു വിഭാഗം രാജൻ ബാബുവിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെടുന്നില്ല എന്ന വാർത്തകൾ വരുന്നു. താങ്കൾ മാധ്യമങ്ങളെ കോട്ട് ചെയ്തതുകൊണ്ട് അത്തരമൊരു ആരോപണം താങ്കൾക്കുണ്ടോ? അല്ലല്ല, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു രാജൻ ബാബുവിനെ ഇനി UDF തുടർന്ന് പങ്കെടുപ്പിക്കാൻ കഴിയില്ല, ഞങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. അത് ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ തീരുമാനം പറയുന്നതെന്നാണ് എന്നോട് രാവിലെ അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ രാജൻ ബാബു സാറ് ക്ലിയറായി തീരുമാനം എടുക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയത്. അവരെ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെന്നാണ് എന്നോട് VM പറഞ്ഞത്. അതായത് പുറത്താക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രാജൻ ബാബുവിനെ ഇനി UDF യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ എന്നോട് അത്രേ പറഞ്ഞിട്ടുള്ളൂ. രാജൻ ബാബുവിനെ ഇനി UDF യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് രാവിലെ 6:15 അദ്ദേഹം എന്നെ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇതൊന്നും രാജൻ ബാബു അറിഞ്ഞിട്ടില്ല ഷാജു. രാജൻ ബാബു സാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അത് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് രാജൻ ബാബുവിനെ അറിയിക്കേണ്ടതില്ലേ? അദ്ദേഹമല്ലേ നേതാവ്? ഞാൻ പറഞ്ഞു 1 മണിക്ക് ഞങ്ങൾ സംസാരിച്ചു. എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് നാളെ വൈകുന്നേരം എറണാകുളത്ത് നമുക്ക് പാർട്ടിയുടെ സെന്റർ 9 പേരുള്ള സെന്റർ അടിയന്തരമായി കൂട്ടണം, നമുക്ക് UDF വിടുന്നതിനെ പറ്റി ആലോചിക്കണം. ഞാൻ പറഞ്ഞത് അത് നടക്കത്തില്ല സാർ, എങ്ങനെയാ UDF വിടുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അതായത് ഷാജു, രാജൻ ബാബുവിന്റെ ആവശ്യം നിങ്ങൾ ഒറ്റക്കെട്ടായി UDF വിടണമെന്നാണ്. അതില്ല സോറി. ഇപ്പോൾ ആരാണ് താങ്കളോട് പറഞ്ഞത് UDF വിടണമെന്നുള്ളത്? രാജൻ ബാബു തന്നെ രാവിലെ ഉച്ചയ്ക്ക് എന്നോട് സംസാരിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. രാജൻ ബാബു ആവശ്യപ്പെട്ടു നമുക്ക് ഒറ്റക്കെട്ടായി UDF വിടാം. രാജൻ ബാബുവിന്റെ നിർണായകമായ തീരുമാനം. അദ്ദേഹം ഇപ്പോൾ UDF നിൽക്കുമ്പോൾ ഏതു തരത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? കെ ഷാജു അല്പം മുമ്പ് പീപ്പിൾ TVയോട് വെളിപ്പെടുത്തിയത് UDF വിടണമെന്ന് ഒറ്റക്കെട്ടായി. ഇപ്പോൾ JSSന്റെ ഭാഗമായി നിൽക്കുന്നവർ ഒറ്റക്കെട്ടായി UDF വിടണമെന്ന ആവശ്യം കെ ഷാജുവിന്റെ മുന്നിൽ ഇന്ന് ഉച്ചയ്ക്ക് രാജൻ ബാബു വച്ചിരിക്കുന്നു. സജീവനിലേക്ക്. സജീവൻ, അതാണ് രാജൻ ബാബു വെറുതെ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പറയുന്നത് പോലെ ഇന്നലെ തീരുമാനം, KPCC പ്രസിഡന്റ് തീരുമാനം വരുന്നു, പരസ്യ പ്രസ്താവന വരുന്നു, ഉമ്മൻചാണ്ടി നിശബ്ദനായി നിൽക്കുന്നു. ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കെ ഷാജു അല്പം മുമ്പ് പറയുകയാണ് ഉച്ചയ്ക്ക് രാജൻ ബാബു വിളിച്ചിരിക്കുന്നു, നമുക്ക് ഒറ്റക്കെട്ടായി UDF വിടേണ്ട തീരുമാനം ഉണ്ടാകണം, ഏറ്റവും അടുത്ത ദിവസം പാർട്ടി സെൻട്രൽ വെച്ച് കൂടിയാലോചന നടത്തണം. ലക്ഷ്യബോധത്തോടെയാണ് രാജൻ ബാബു മുന്നോട്ട് നീങ്ങുന്നത്. കെ ഷാജു പറഞ്ഞ ഇപ്പോൾ വെളിപ്പെടുത്തിയ ഈ നിലപാടനുസരിച്ച് ഏതു തരത്തിലാണ് UDF രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്? അതിനെ രാജൻ ബാബു നയിക്കുന്നത് എന്താണ് അജണ്ട? രാജൻ ബാബു വളരെ കൃത്യമായ നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. പക്ഷേ അത് രാജൻ ബാബു മുന്നണി വിടണമെന്ന് പറയുമ്പോൾ കെ ഷാജുവിനെ പോലുള്ള ഒരാൾക്ക് അദ്ദേഹത്തെ പുറത്താക്കാൻ, ജനറൽ സെക്രട്ടറി ആണെങ്കിലും പുറത്താക്കാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം JSSന് രാജൻ ബാബുവിൻ്റെ മുമ്പിൽ ഇപ്പോഴും രാജൻ ബാബു സാർ എന്ന് പറഞ്ഞ് മുട്ടുമടക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അതേപോലെയാണ് രാജൻ ബാബു എന്തെങ്കിലും തീരുമാനിക്കണം എന്നല്ല ഇപ്പോൾ പറയേണ്ടത്. രാജൻ ബാബുവിനെ മാത്രമല്ല, ഈ ഉറച്ച നിലപാടെടുക്കാത്ത JSSനെ പോലും മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആർജവം UDF നേതാക്കന്മാർ കാണിക്കേണ്ടിയിരുന്നു. അതുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്
ഇവിടെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനത്തെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രി ഭരണത്തലവൻ എന്ന നിലയിൽ ഇതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ് ദീപ്തി പറഞ്ഞുള്ളത്. മുഖ്യമന്ത്രി ഭരണത്തലവൻ മാത്രമല്ല, UDFിൻ്റെ ചെയർമാൻ കൂടിയാണ്. UDFിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ശക്തമായി പറയേണ്ടതാണ്. മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ശക്തമായിട്ട് പറയാവുന്നതാണ്. ഇവിടെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ്. LDF ഇതിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും. അതിനെ ചെറുക്കാൻ രാജൻ ബാബുവിനെ പോലുള്ള ഒരാൾക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള തീരുമാനമെടുത്ത് മറുപുറം ചാടാനുള്ള അവസരം കൊടുക്കുന്നവരെ, ശക്തി പ്രാപിക്കുന്നവരെ വെച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. UDF ഒക്കെ ഇപ്പോൾ ഇനിയും രാജൻ ബാബു വാ തുറക്കുന്നത് വരെ കാത്തിരിക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഇത്രയും കഷ്ടകാലം ഉണ്ടാക്കിയിട്ട് UDFന് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു അവസ്ഥയിൽ ശക്തമായ നടപടികളായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. അത് JSS എടുത്തില്ല, UDFും എടുത്തില്ല. യെസ്, ദീപ്തി മേരി വർഗീസ്, കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് മൗനം പുലർത്തുന്നു? രാജൻ ബാബുവിൻ്റെ വാക്കുകളിൽ കൂടെ എന്താണ് രാജൻ ബാബുവിൻ്റെ നിലപാടെന്ന് ഷാജു വ്യക്തമാക്കുന്നു. അവിടെയാണ് സജീവൻ പറയുന്നതും CP നാരായണൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതും പാലങ്ങളുടെ ചില കൂട്ടിയോജിപ്പിക്കലുകൾ. സുധീരനും ഈ പറയുന്ന PP തങ്കച്ചനും ഒക്കെ വിഡ്ഢിയായി, കോൺഗ്രസും UDFും ഒക്കെ വിഡ്ഢിയായി നിൽക്കുമ്പോൾ ബുദ്ധിമാന്മാരായി രണ്ടുപേരുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. അത് ഉമ്മൻചാണ്ടിയും രാജൻ ബാബു. ഇത് മാധ്യമങ്ങളുടെ നിരീക്ഷണം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, രാജൻ ബാബു എന്ന രാഷ്ട്രീയ നേതാവിന് അദ്ദേഹം മുന്നണിയിൽ തുടരണോ, അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയിൽ തുടരണോ, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഒരു കാര്യമാണ്. അദ്ദേഹം അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വിഷയം എന്ന് പറയുന്നത് UDFന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, UDFന് പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യം UDFിൽ ഉൾപ്പെട്ട ഒരാൾ എടുത്താൽ അതിനെതിരെ നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. അതിന് വ്യക്തമായി KPCC പ്രസിഡന്റ് മറുപടി പറഞ്ഞു, UDF കൺവീനർ മറുപടി പറഞ്ഞു. അത് മതിയോ എന്നാണ് CP നാരായണനും സജീവനും ചോദിക്കുന്നത്. ആരാണ് ഉമ്മൻചാണ്ടിയുടെ UDFിലെ സ്ഥാനമെന്ന് രാജൻ ബാബുവിന് വിട്ടുകൊടുക്കണോ എന്ന ബഹുമാനപ്പെട്ട ശ്രീ സജീവൻ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വരെ കാത്തിരിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാത്തിരിക്കുക എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. രാജൻ ബാബുവാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന് മുന്നണിയിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത്, രാഷ്ട്രീയ പാർട്ടിയിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത്. അതായത് അങ്ങനെയാണെങ്കിൽ ഒരു ഇരട്ട നയം നിൽക്കുന്നു. വർഗീയതയ്ക്കെതിരെ നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് UDFും കോൺഗ്രസും ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ ഇടനിലക്കാരനാകുന്ന രാജൻ ബാബുവിനെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴും ഓപ്ഷൻ രാജൻ ബാബുവിന്റെ ഭാഗത്ത്. അങ്ങനെ ഇടനിലക്കാരനായിട്ടൊന്നും നിൽക്കാനൊന്നും സമ്മതിക്കില്ല. ഇവിടെ UDFന് ഒരു നിലപാടുണ്ട്, KPCCക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. അവിടെ രാജൻ ബാബു എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ള അദ്ദേഹം തീരുമാനിക്കണം. ഇതിപ്പോ ഇന്നൊരു വിഷയമുണ്ടായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്നാണോ വെള്ളാപ്പള്ളി പാർട്ടി രൂപീകരിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ രാജൻ ബാബു കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഹാജരായി, കോടതിയിൽ ഹാജരായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധി ഹാജരായി എന്നുള്ള വിഷയത്തിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയം ഇന്നുണ്ടാകുമ്പോൾ അതിന് പ്രതികരണം വന്നു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള കാര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അദ്ദേഹത്തെ ഇതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരിക്കലും സംഘടനയോ പാർട്ടിയോ KPCCയോ UDFോ മുതിരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമായിരിക്കും ഇനിയും വരുന്ന ദിവസങ്ങളിൽ. യെസ്, CP നാരായണൻ, ഇവിടെ ദീപ്തി മേരി വർഗീസ് ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുമ്പോൾ തന്നെ നാം പോയ കാലത്ത് PC ജോർജിന്റെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള കുറേ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയ നാടകങ്ങളുടെ ഒക്കെ അണിയറ ശില്പി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഇന്ന രീതിക്ക് PC മുന്നോട്ട് പോകൂ, ഇന്ന രീതിയിൽ ചില ചർച്ചകൾ നടത്തൂ, ഇന്ന രീതിയിൽ താങ്കൾ നിലപാടുകൾ എടുക്കൂ, ഇന്ന രീതിയിൽ UDFിൻ്റെ അകത്ത് ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കൂ. ആ രീതിയിലൊക്കെ PC ജോർജ് മുന്നോട്ട് പോയി. PC ജോർജ് നിൽക്കക്കളിയില്ലാതെ സംരക്ഷിക്കപ്പെടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയാത്ത ഘട്ടത്തിലാണ് എന്നെ കൈവിട്ടത് അടക്കം വരുമ്പോൾ അതേ രാഷ്ട്രീയ തനിയാവർത്തനം നാടകം ഉമ്മൻചാണ്ടി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നു. ഇപ്പോൾ KK ഷാജു വെളിപ്പെടുത്തിയതനുസരിച്ച് രാജൻ ബാബുവിൻ്റെ പിന്നിൽ ഇത്തരം ശക്തികളുണ്ട് UDFിൻ്റെ അകത്ത് സഹായിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മൗനം അത് അർത്ഥവത്താണെന്നോ അല്ലെങ്കിൽ സംശയത്തിന് ഇട കൊടുക്കുന്നതാണ് എന്ന് സജീവൻ വ്യാഖ്യാനിക്കുമ്പോൾ PC ജോർജിനെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ കരുനീക്കങ്ങളുടെ കാലമല്ല ഇപ്പോഴുള്ള കാലം. RSSൻ്റെയും BJPയുടെയും കേരളത്തിലെ നേതാക്കളും അഖിലേന്ത്യാ നേതാക്കളും പറഞ്ഞു, ഞങ്ങൾ 100 ജാതികളെ അല്ലെങ്കിൽ ഉപജാതികളായിട്ട് അതിൽ പിടികൂടാൻ ശ്രമിച്ചു, ഞങ്ങൾ 35 36 എണ്ണം പിടിച്ചു കഴിഞ്ഞു എന്നൊക്കെ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ
തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് മറ്റുമായിട്ട് അതിന് ശേഷമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ജാതി സംഘടനയുടെ നേതാവിന് എല്ലാ തരത്തിലുള്ള ഉപദേശവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ആയാലും UDF ആയാലും ഈ അഴകോഴ നയം എടുക്കുകയാണ്. ഞാനത് ഉമ്മൻചാണ്ടിയിൽ മാത്രമായിട്ട് ഒതുക്കുന്നില്ല. ഉമ്മൻചാണ്ടി അതിൽ പ്രകടമായ രീതിയിൽ ഇപ്പോഴും മൗനം പാലിക്കുന്നു. ഇതിൽ ഞങ്ങൾ സാധാരണ പാർലമെൻറ്റിൽ ഞങ്ങൾ പറയാറുണ്ട് A ടീമും B ടീമും. അത് BJPയും കോൺഗ്രസുമാണ്. നേരത്തെ UPA ഗവൺമെൻറ് കാലത്ത് തിരിച്ചായിരുന്നു. കാരണം ഇവർ പലരും മാച്ച് ഫിക്സിംഗ് ആണ് അവിടെ പല ബില്ലുകളും പാസ്സാക്കുമ്പോൾ. കാരണം ഇത് ഈ വൻകിട മുതലാളിമാരുടെ പാർട്ടികളാണ് രണ്ടും. ആ നിലയ്ക്ക് ചെയ്യുമ്പോൾ പക്ഷെ അതിനപ്പുറം BJPക്ക് വേറൊരു മുഖമുണ്ട്, RSSൻ്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ എതിർക്കുന്നത്. പക്ഷേ അത് വരുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ തങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിർണായകമായൊരു സ്ഥാനത്തേക്ക് വരാൻ ശ്രമിക്കുന്നു എന്ന് RSSൻ്റെയും BJPയുടെയും നേതാക്കൾ പറയുകയും മാത്രമല്ല, RSSൻ്റെ നേതാവ് 2 തവണ ഈ അടുത്ത മാസങ്ങളിൽ കേരളത്തിൽ വന്ന് കേന്ദ്രീകരിച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ പിടികൂടി അവരേറ്റവും കൂടുതൽ അവരുടെ ശക്തമായ ചട്ടുകമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ എല്ലാ തരത്തിലുമുള്ള ഉപദേശം, രാഷ്ട്രീയവും നിയമപരവുമായ ഉപദേശം നടക്കുന്ന ആളുടെ പാർട്ടിയും അവരോട് ഇനിയും ഞങ്ങൾ പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീമതി ദീപ്തി പറഞ്ഞതുപോലെ അത് KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഈ പറയുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാ പാർട്ടികളിലും പെട്ടവരും അല്ലാത്തവരുമായ ആളുകൾ, ഇത് ഞങ്ങൾ പറയുന്നത് കേട്ട് അവർക്ക് അവരുടേതായ തീരുമാനം എടുക്കാൻ കഴിയും. കാരണം ഇവിടെ നടക്കുന്നത്, നമ്മൾ കഴിഞ്ഞ കുറേ ദശകങ്ങളായിട്ട് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു RSSന് ആയിട്ട് ബന്ധം UDFിലുള്ള പല ആളുകൾക്കുണ്ട്, നേതാക്കന്മാർക്കും പാർട്ടിക്കും അത് ഉണ്ടായിരുന്നു എന്ന് മാരാരെ പോലെയുള്ള KG മാരാരെ പോലെയുള്ളവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഓണപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. മറ്റൊരു തരത്തിൽ ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ, BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സന്ദർഭത്തിലും ഈ തരത്തിലുള്ള സാമുദായിക സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കരുനീക്കങ്ങൾക്ക് ഒരേ കരുക്കളെ ഈ 2 കൂട്ടരും ഒരേ സമയം ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിട്ടാണ് ഞാൻ രാജൻ ബാബുവിനെ കാണുന്നത്. അത് കേവലം ഒരു പാർട്ടി നേതാവ് മാത്രമല്ല, ഇത് ഇവർ നടത്തുന്ന ഈ അന്തർനാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും രാജൻ ബാബുവും. അവരുടെ കാര്യത്തിൽ ഇപ്പോഴും അത്ര വ്യക്തമായ തീരുമാനമെടുക്കാൻ, ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലും ഉമ്മൻചാണ്ടിയെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഈ ഒരു കാരണം പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള അർത്ഥത്തിൽ അത് രാഷ്ട്രീയ നാടകത്തിൽ ഈ ചതുരംഗ കളിയിൽ ഇത് വളരെ പ്രധാനമായിരിക്കും. പക്ഷേ വർഗീയത ഏറ്റവും വലിയ നിർണായക പ്രശ്നമായ, അസഹിഷ്ണുത ഏറ്റവും നിർണായക പ്രശ്നമായ കാലത്ത് ഈ കളി കളിക്കുന്നത് അപകടമാണ്, തീക്കൊള്ളികൊണ്ട് തലച്ചൊറിയലാണ് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. യെസ്, അജിത്ത്, ദീപ്തി മേരി വർഗീസ് പറയുന്നു നിലപാട് പാർട്ടിയും അതിൻ്റെതായ നേതാക്കളും വ്യക്തമാക്കിയെന്ന് പറയുമ്പോഴാണ് രാജൻ ബാബു എന്താണ് ഇപ്പോൾ അവിടെ ചരടുവലികൾ നടത്തുന്നത്? KK ഷാജു അടക്കമുള്ളവരോട് പറയുന്നു. അതിലിപ്പോൾ KK ഷാജു ഇപ്പോഴൊക്കെ എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ നിലപാടുകൾ മാറ്റാൻ കൃത്യമായ കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വലിയ താമസമില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും രാജൻ ബാബുവിൻ്റെ ലക്ഷ്യം? ഞങ്ങൾക്ക് ഒന്നിച്ച് UDF വിടാം എന്ന് പറയുമ്പോൾ രാജൻ ബാബു എന്തുകൊണ്ട് ലക്ഷ്യമിടുന്നു? അവിടെ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ മൗനം, ഇതൊക്കെ കൂട്ടി വായിക്കാൻ താങ്കളെ പോലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന് കഴിയുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ? ഇതിനകത്ത് തീർച്ചയായിട്ടും ശ്രീ സജീവൻ പറഞ്ഞാലും ബഹുമാനായ ശ്രീ CP നാരായണൻ MP പറഞ്ഞിരുന്നതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൗനം എന്ന് പറയുന്ന അതിനോടുള്ള ഒരു നിഴൽയുദ്ധമാണ് നമ്മൾ നടത്തുന്നത്. ആ മൗനത്തിന് ഇപ്പോൾ ഇതിനകത്ത് വലിയ പ്രസക്തി കൽപ്പിക്കേണ്ട കാര്യമില്ല. ശ്രീ KK ഷാജു ടെലിഫോൺ ലൈനിൽ നമ്മളോട് പറയുകയുണ്ടായി, ഇന്ന് ഉച്ചയ്ക്ക് അഡ്വക്കേറ്റ് രാജൻ ബാബുവിനോട് അദ്ദേഹം സംസാരിച്ചു. അതിനു മുമ്പ് രാവിലെ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയ ബഹുമാനായ KPC പ്രസിഡന്റ് ശ്രീ സുധീരൻ ശ്രീ ഷാജുവായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റില്ല, ശ്രീ രാജൻ ബാബു നിലപാടെടുക്കണം, അല്ലെങ്കിൽ UDF നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണെന്ന് ശ്രീ സുധീരൻ പറഞ്ഞതോടൊപ്പം പറഞ്ഞ വാചകം നമ്മൾ എന്തിനും കേട്ടില്ലെന്നടിക്കണം.
മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോടും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോടും ഞാൻ ഇക്കാര്യം സംസാരിച്ചതിന് ശേഷമാണ് ഈ വിവരം പറയുന്നതും കൂടെ നമ്മൾ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ പോയി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ കേൾക്കുകയും ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും അതിന് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയും ചെയ്യുന്നതിൽ ശരികളുണ്ട്. ഷാജു പറഞ്ഞ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഞാൻ എല്ലാ കാലത്തും ശ്രീമതി കെ ആർ ഗൗരിയമ്മയുടെ അനുചരനായിരുന്നു, അനുയായിയായിരുന്നു. CPM പുറത്തായതിനു ശേഷം ഞങ്ങൾ കൂടെ നിന്നു. ആ ഗൗരിയമ്മയെ കൈയോടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അതുപോലെ ഒരു പക്ഷേ ഞാൻ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് എത്രയോ കാലത്തെ ബന്ധമുണ്ട്. ശ്രീ വെള്ളാപ്പള്ളിയും കൈയോടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുകൂടെ ശ്രീ രാജൻ ബാബു പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മികത എവിടെ നിൽക്കുന്നു എന്നും കൂടി അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത് ഈ JSSൻ്റെ ജനസിസിലേക്ക് നമ്മളൊന്ന് പോകണം. JSSൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ശ്രീമതി ഗൗരിയമ്മ CPM പുറത്താകുമ്പോൾ JSSന് അഭയം കൊടുത്തത് UDF ആണ്. അതിനു മുമ്പ് ബദൽരേഖയുടെ കാലം പറഞ്ഞ് ആ കാലത്ത് ശ്രീ MV രാഘവൻ പുറത്തുപോയി CMP ഉണ്ടാക്കിയ കാലത്തും MVRന് അഭയം കൊടുത്തത് UDF ആണ്. ആ UDFനോടൊപ്പം ഇത്രയും കാലം നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് MLA ആയി, ശ്രീ പന്തളത്തുനിന്ന് ശ്രീ ഷാജു MLA ആയി, കൊടുങ്ങല്ലൂർ നിന്ന് ഉമേഷ് ചള്ളിയൽ MLA ആയി, ശ്രീമതി ഗൗരിയമ്മ MLA ആയി, മന്ത്രിയായി. ആ JSSന് ഇത്രയും കാലം അഭയം കൊടുത്ത UDFനെ തള്ളി പറയാൻ ശ്രീ രാജൻ ബാബുവിന് ഒരു നിമിഷം മതിയെന്നുണ്ടെങ്കിൽ രാജൻ ബാബുവിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ മൗനത്തെക്കുറിച്ച് മാത്രം നമ്മൾ അതിൻ്റെ ചുറ്റും വട്ടം കറങ്ങണ്ട. ഈ രാജൻ ബാബു അടിയന്തരമായ ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടം വരുന്നുണ്ട്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഇനിയിപ്പോൾ UDF യോഗം എന്ന് കൂടുന്നു, അന്ന് JSSനെ പ്രതിനിധീകരിച്ചു വരാനായിട്ട് പാർട്ടി തീരുമാനിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇപ്പോൾ UDF വിട്ടു പോകണമെന്ന് പറയാം. എവിടേക്കാണ് പോകുന്നത്? LDFന്റെ വാതിൽ തുറക്കുമോ? LDFന്റെ അടിവാതിൽ നിൽക്കുകയാണല്ലോ ശ്രീമതി ഗൗരിയമ്മ. അല്ല, ഇനിയിപ്പം BJPയുടെ കൂടാരത്തിലേക്ക് ശ്രീ നടേശൻ വഴി പ്രവേശിക്കാം എന്നുള്ള ധാരണയാണെങ്കിൽ അതിന് കൂടെ നിൽക്കുന്ന ഷാജുവും പാർട്ടിയും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ വളരെ വ്യക്തമായ നിലപാടിലേക്ക് JSS പോകേണ്ടി വരും, ശ്രീ രാജൻ ബാബു പോകേണ്ടി വരും. ഇതിനാരായണൻ അടക്കമുള്ളവർ പറയുന്നത് ഒരു കരു, അത് സ്വാഭാവികമായിട്ടും ചെസ്സിലടക്കം നമുക്കറിയാം. ഒരു കരുവിന് വേറെ ഒരു കാര്യം കൂടെ ഞാൻ എനിക്ക് 2 മിനിറ്റ് സമയം തരൂ പ്ലീസ്. ഇപ്പൊ നമ്മൾ ഈ അതിർത്തി തർക്കങ്ങളും അല്ലെങ്കിൽ പിന്നെ ആഭ്യന്തര വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പോലീസുകാർ ഇടപെടും. ചില പോലീസ് ഓഫീസർമാർ പിന്നെ അവിടെ അങ്ങ് അന്തേവാസിയാകുന്നത് പോലെ. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇത് പറയായിരുന്നു, വിവാഹമോചന കേസിൽ ഇടപെടുന്ന വക്കീൽ മോചിതയായി കഴിഞ്ഞ സ്ത്രീയോടൊപ്പം ബന്ധം സ്ഥാപിച്ച് ഇത് ചെയ്യുന്നത് പോലെ. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നിയമോപദേശകനാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും അദ്ദേഹത്തിനോടൊപ്പം കഴിഞ്ഞോളാം എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 2 നിലപാടെടുത്ത് UDFൽ തുടരാൻ ഏറെക്കാലം കഴിയത്തില്ല എന്നുള്ള ശക്തമായ സന്ദേശം അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോഴും ഇത്രയും കാലം രാജൻ ബാബു സംരക്ഷിക്കപ്പെട്ടു എന്നതൊരു സംരക്ഷണം. അത് ഇപ്പോൾ ഇന്നലെയല്ലേ സാർ ഈ ഒരു സംഭവം ഉണ്ടായി? ഇന്നലെ കോടതി ഹാജരായതിനു ശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ UDFൽ യോഗം ചേരാൻ അവസരം ഉണ്ടായില്ല. അതിനൊരു തുടർച്ചയുണ്ടല്ലോ ശ്രീ അജിത്ത്. വെള്ളാപ്പള്ളിക്കൊപ്പം രാജൻ ബാബു പോകുമ്പോൾ ഒരു കോടതിയിൽ ഒരു വക്കാലത്തിടുക അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് വക്കാലത്തിടുന്നതല്ല എന്നാണ് വെള്ളാപ്പള്ളി പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചത്. അന്ന് മുതൽ അതിന്റെ ഭരണഘടന അടക്കം അന്ന് മുതൽ തന്നെ ഇത് കർശനമായ നിർദ്ദേശം കൊടുക്കുന്ന ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDFന്റെ മറ്റു ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ UDF പിന്നീട് യോഗം ചേരാൻ അവസരം ഉണ്ടായില്ല. UDF യോഗം ചേരുമ്പോൾ ഇനി അടുത്ത ക്ലിഫ് ഹൗസ് യോഗത്തിൽ ശ്രീ രാജൻ ബാബു JSSന്റെ പ്രതിയായിട്ട് ഉണ്ടാകാമല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം. ആ ചോദ്യം അത് കാത്തിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇത്രയും നാൾ വെള്ളാപ്പള്ളി സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്നലെ വരെ രാജൻ ബാബു UDFൽ തുടർന്നു? JSS, KK ഷാജു അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചുകൊണ്ട് രാജൻ ബാബു എങ്ങോട്ടാണ് പോകുന്നത്? ആർക്കു വേണ്ടി? രാജൻ ബാബു UDF വിടാൻ രാജൻ ബാബു തീരുമാനമെടുക്കുന്നു. ഒന്നിച്ചു പോകാൻ കഴിയുമോ എന്നുള്ളതാണ് രാജൻ ബാബുവിൻ്റെ ഏറ്റവും പുതിയ നിമിഷത്തിലെ ചർച്ച. സജീവനിലേക്ക്. സജീവൻ, രാജൻ ബാബു എങ്ങോട്ടാണ് പോകുന്നത്? അജിത് കുമാർ ആ ചോദ്യം ചോദിക്കുകയാണ്. അത് അദ്ദേഹത്തിന് തന്നെ അറിയാമോ എന്നുള്ള സംശയവും വരുന്നു. രാജൻ ബാബു വ്യക്തമായി പോവുകയാണോ? അതിന് പിന്നിൽ പോകുന്നതിനും നിൽക്കുന്നതിനും ഇത്രയും നാൾ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ശക്തിയൊക്കെ കിട്ടുന്നത്? ഒറ്റയ്ക്കങ്ങ് രാജൻ ബാബു വളർന്ന് ഒരു വടവൃക്ഷമായി രാഷ്ട്രീയ നേതാവായി വിലസുന്നു. ആ രീതിയിലുള്ള വിശാലമായ വേരുകൾ രാജൻ ബാബുവിനുണ്ടോ? വെള്ളാപ്പള്ളി നടേശനും BJPയും ആയി ചേർന്നിട്ടുള്ള ഒരു കൃത്യമായ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് രാജൻ ബാബുവിൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകളെല്ലാം. രാജൻ ബാബു വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിയിൽ അദ്ദേഹം രൂപീകരിക്കാൻ പോകുന്ന പാർട്ടിയുടെ ഭാഗമായി ചേരില്ല. പകരം BJPക്ക് വേണ്ടത് UDFൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ LDFൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ ഞങ്ങളോടൊപ്പം വന്നു എന്ന് വരുത്തണം. അതിനാണ് മാണിയെ അവർ കൂട്ടാൻ ശ്രമിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ JSSന് കിട്ടുന്നു. രാജൻ ബാബുവിനോട് ഒപ്പം ഷാജുവും മറ്റും പോകുമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ രാജബാബു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ BJPക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ UDFൻ്റെ ഭാഗമായിരുന്ന ഇത്രയും കാലം UDFൻ്റെ ഭാഗമായിരുന്ന ഒരു പാർട്ടി ഞങ്ങളോടൊപ്പം ചേർന്നു. ഇങ്ങനെ ഒരു വ്യക്തമായ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്.
രാജൻ ബാബു വെള്ളാപ്പള്ളിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും ആ രീതിയിൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ ഭാഗമാവില്ല. അദ്ദേഹത്തിന് സ്വന്തമായ നിലയിൽ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ഈ പുതിയ കക്ഷിയിലേക്ക് ചേരണം. ശ്രീ സജീവൻ, ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ, അജിത്താണ്, ഒന്ന് ഇടപെട്ടോട്ടെ. അല്ല, ഈ പറഞ്ഞതുപോലെ ഈ UDF ഒരു ഘടകകക്ഷിയെ ഇവിടെ നടത്തിയെടുത്ത് അഭിമാനിക്കാൻ BJPക്ക് ഉള്ളതിന് മാത്രം എന്ത് ശക്തിയാണ് JSSനുള്ളത്, അതിലെ ആ ഈർക്കിൽ കഷ്ണത്തിനുള്ളത്? അതാണല്ലോ പ്രശ്നം. ഈർക്കിൽ കഷ്ണമാണോ അല്ലയോ എന്നുള്ളതല്ല. BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പരമാവധി അംഗത്വം കിട്ടുക എന്നുള്ളതാണ്. രാജൻ ബാബു ഒരുപക്ഷെ ഒരു വ്യക്തി മാത്രമായിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മോഹൻ ഭാഗവതിനെ പോലുള്ള BJPയുടെ അത്യുന്നതനായ നേതാവ് അദ്ദേഹം ഇവിടെ വന്നിട്ട് വ്യക്തികളെ കാണുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? RSSൻ്റെ സർസംഘചാലക്ക് ഈ കേരളത്തിൽ വന്നിട്ട് വ്യക്തികളെ കാണുന്നൊരവസ്ഥ. വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനോട് കൂടിയിട്ടുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അജിത്തൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഞാൻ ഈ LDFൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുകയാണെന്ന്. അതല്ല, ഇവിടെ നേരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിങ്ങളിപ്പോൾ ഈ LDFകാർ ബീഫ് ഫെസ്റ്റും മറ്റും നടത്തി ആ സമയത്ത് നമ്മളതിൻ്റെ കളിയാക്കി ചിരിച്ചു. പക്ഷേ സംഭവിച്ചത് എന്താണ്? പിന്നീട് UDFൻ്റെ നേതാക്കന്മാർക്ക് തന്നെ പറയേണ്ടി വന്നു ന്യൂനപക്ഷ വോട്ടുകൾ LDFനൊപ്പം പോയി എന്നുള്ള കാര്യം. അതേപോലെ ഈ ഒരു മൃദു ഹിന്ദുത്വ സമീപനം UDFനുണ്ടായി എന്ന് നിങ്ങളൊക്കെ തന്നെ ഉണ്ടായി എന്ന് ആരോപണം ഉണ്ടായെന്ന് നിങ്ങൾ സമ്മതിച്ചു. ഈ ഒരു പ്രശ്നം ഇത്തവണ ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലും വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാജൻ ബാബു വാല് പൊക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ അദ്ദേഹത്തെ പിടിച്ച് പുറത്തേക്ക് കളയേണ്ട ഒരു അവസ്ഥയാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്നൊക്കെ പറയുന്നത് അതേപോലെ മൗനത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള വിരോധം കൊണ്ടല്ല. അദ്ദേഹം ശക്തമായി പറയുമ്പോഴാണ് ഈ ഇവിടെയുള്ള വോട്ടർമാർ, നേരത്തെ CP പറഞ്ഞ പോലെ ഇവിടെയുള്ള ആളുകൾ കേൾക്കുമല്ലോ, അവരുടെ മനസ്സിൽ സംഭവം ഉണ്ടാവും. അങ്ങനെ വടി കൊടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നുള്ളല്ല, അതിനൊരു ആരോപണത്തിനൊരു അവസരമുണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ വളരെ ശക്തമായിട്ട് മോഹൻ ഭാഗവതിനെ പോലുള്ള ആളുകളും പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകളും മറ്റ് കേന്ദ്രമന്ത്രിമാരും BJPയുടെയും RSSൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് വ്യക്തമായ നീക്കങ്ങൾ നടത്തുന്നു. ഒരു ഈർക്കിൽ കഷ്ണം പോലും അവർ ഉപയോഗിക്കുന്നു. സജീവൻ, അത് ആ ചോദ്യം അത് വളരെ പ്രസക്തമായൊരു രാഷ്ട്രീയ നിരീക്ഷണം താങ്കൾ നടത്തുമ്പോൾ അത് UDFലും കോൺഗ്രസിലും എങ്ങനെ എന്നുള്ളതാണ്. ദീപ്തിമേരി വർഗീസ് അദ്ദേഹം വളരെ കൃത്യമായ കാര്യമാണ് പറയുന്നത്. UDF ഇങ്ങനെ അങ്ങ് ഛിന്ന ഭിന്നമായി ഓരോരുത്തരെയായി കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുവെങ്കിൽ, ആ അവസ്ഥയാണ് നിലനിൽക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തെയും അദ്ദേഹം കൂട്ടിക്കെട്ടുകയാണ്. ഇവിടെ UDF ഛിന്ന ഭിന്നമാകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല. നമ്മൾ നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും പോയിട്ടൊന്നും സംഭവിക്കാനില്ല. അത് ഇവിടെ നമ്മൾ പറയുന്ന UDFൽ നിൽക്കുന്ന ഘടക കക്ഷികളൊന്നും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത പ്രശ്നം നിലവിൽ വന്ന, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിലവിൽ ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ BJP എന്ന് പറയുന്ന സംഘടന വളരാൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ടാവും, പലരെയും കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് അവരുടെ രാഷ്ട്രീയ ആവശ്യം, അല്ലെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ നടപടികൾ. അതിന് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ വ്യക്തമായ കാഴ്ചപ്പാട് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ, ഒരു സാമുദായിക സംഘടന, ഉദാത്തമായ ആശയങ്ങൾ ഉണ്ടായിരുന്ന കുമാരനാശാനെ പോലുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു സാമുദായിക സംഘടനയുടെ കസേരയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്നിരിക്കുന്നത്. അത് അദ്ദേഹം മറന്നു കഴിഞ്ഞു. അത് മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇതിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു തർക്കവുമില്ല, തളരുകയുമില്ല. നിലപാട് വ്യക്തമാക്കുമ്പോൾ അജിത് കുമാർ, ഒരു അപകടം പതിയിരിക്കുന്നുണ്ടോ? ഒന്ന് ചുരുക്കി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാണ്. അല്ല, ഇതിനകത്ത് അപകടം എന്ന് പറയുന്നത് വലുതായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ JSS കഴിഞ്ഞ ഇലക്ഷൻ 2011 തെരഞ്ഞെടുപ്പിന് ശേഷം JSS എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാമല്ലോ. ശ്രീമതി ഗൗരിയമ്മ ഇപ്പോൾ എവിടെയുണ്ട്, അല്ലെങ്കിൽ ശ്രീ ഗൗരിയമ്മയെ ഉപേക്ഷിച്ച് പോയ ശ്രീ രാജൻ ബാബു സെക്രട്ടറി ആയിട്ടുള്ള വിഭാഗം, ശ്രീ ഷാജു ഒക്കെ ഉൾക്കൊള്ളുന്ന വിഭാഗം, അവരെവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അതിനകത്തുനിന്ന് ഒരു പക്ഷേ ശ്രീ രാജൻ ബാബു മറിച്ചൊരു തീരുമാനമെടുത്ത് UDFൻ്റെ ഈ വള്ളത്തിൽ നിന്ന് ചാടാൻ തീരുമാനിച്ചാൽ അദ്ദേഹം മുങ്ങിപ്പോകുന്നല്ലാണ്ട് UDFന് ഒരു പരിക്കും നാരായൺ, അത്തരത്തിൽ തന്നെയാണോ ഇതിനെയൊക്കെ മതേതര സഖ്യം, വിശാല സഖ്യം എന്നൊക്കെ കോൺഗ്രസ് പറയുമ്പോൾ ഇതിനെയൊക്കെ ഈ അർത്ഥത്തിൽ തന്നെ കണ്ടാൽ മതിയോ? കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതാക്കൾ ഞങ്ങളോട് പറയാറുള്ളൊരു കാര്യമുണ്ട്. ഇതാണ്, നിങ്ങളുടെ പാർട്ടി ദുർബലമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
ഇത് തന്നെ ഞങ്ങൾക്ക് അവരെക്കുറിച്ചും പറയാനുണ്ട്. എന്താ അറിയാമോ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹരിയാന, ദീപ്തി മേരി വർഗീസിന് അറിയില്ല ഹരിയാന എന്നുള്ള സ്റ്റേറ്റ്, അവിടെ ഞാൻ അതേപോലെ മധ്യപ്രദേശ്, അതേപോലെ മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും ഇത് കഴിഞ്ഞപ്പോൾ മാറിപ്പോയി. ആ തരത്തിൽ ഇപ്പം അത് ഈ മറ്റേ രാജൻ ബാബുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ JSSൻ്റെ അവശിഷ്ട കഷ്ണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നതല്ല. ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങളായ പല പല കഷ്ണങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു കണ്ടം വെച്ച കോട്ടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP എന്ന് ഗൗരവത്തോടെ കോൺഗ്രസ് നേതൃത്വം ഒരേപോലെ കണ്ടിട്ടുണ്ടോ? കാരണം അല്ല, ഞാൻ ഒരു വാചകം കൂടി പറഞ്ഞോട്ടെ. സോണിയാഗാന്ധി ഇവിടെ വന്നിട്ട് 3 നേതാക്കന്മാരെയും വേറെ കണ്ടു എന്നാണ് ഞാൻ പത്രങ്ങളിൽ നിന്ന് കണ്ടത്. അവരോട് പിറ്റേന്ന് കാണാൻ. അപ്പോൾ അവരുടെ ഇടയിൽ ആ തരത്തിൽ നിൽക്കുമ്പോൾ അവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്ന BJP RSS നേതൃത്വത്തിൻ്റെ അപകടം അവർ കണ്ടിട്ടുണ്ടോ? ആ ചോദ്യം എന്നതാണ് ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം തന്നെയാകും രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിലും ശ്രദ്ധയോടെ വീക്ഷിക്കുക. എല്ലാ അതിഥികൾക്കും നന്ദി.